എന്താ പേരെന്താ? എൻ്റെ പേര് അനന്തു. എന്താ ചെയ്യുന്നത്? ഞാൻ ഗൾഫിലാണ്, ഇപ്പോൾ ഇവിടെ നാട്ടിലുണ്ട്. ഇങ്ങനെ ഒരു അവസ്ഥ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നാൽ? അതെ, തീർച്ചയായിട്ടും. അതെ, സുഹൃത്തുക്കളും കൂടെ ഉണ്ട്. സുഹൃത്തുക്കളുണ്ട്. വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സഹായത്തിനായി, നാട്ടുകാർക്ക് സഹായത്തിനായി എത്തുന്ന പല ആളുകളും ഉണ്ട്. അത് സംഘടനകൾ മാത്രമല്ല, വ്യക്തിപരമായി സഹായവുമായി എത്തുന്ന ആളുകളുണ്ട്. തിരുവല്ല ഭാഗത്ത്, തിരുവല്ല ടൗണിനോട് ചേർന്ന ഉൾപ്രദേശങ്ങളിലേക്ക് വലിയ തരത്തിൽ മണിമലയാറിൽ വെള്ളം ഉയർന്നതിൻ്റെ ഭാഗമായി വലിയ തരത്തിലാണ് ഈ ജലനിരപ്പ് ഉയരുകയും അത് വീടുകളിലേക്കൊക്കെ എത്തുകയും ആളുകൾക്ക് നടന്നോ ചെറിയ വാഹനങ്ങളിൽ പോകാൻ കഴിയുകയോ ചെയ്യാൻ ഒക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കൂടി ഈ പ്രദേശങ്ങളിലേക്ക് എത്താൻ സഹായം നൽകിയ ഒരു സുഹൃത്താണ് നമുക്കൊപ്പം ചേരുന്നത്. നിങ്ങൾ എങ്ങനെ ആളുകളെ അപ്പുറത്തിപ്പുറത്തും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണോ? അതെ, നമ്മളൊരു ഉച്ചയൊക്കെ ആയപ്പോൾ മുതൽ വന്നുണ്ട്. കുറച്ച് ടീമായിട്ടാണ് വന്നേക്കുന്നത്. ഇപ്പം എല്ലാവരും പലയിടത്തുണ്ട്. ഇപ്പം നമ്മളെ കഴിയുന്ന സഹായങ്ങൾ എല്ലാവർക്കും ചെയ്തു കൊടുക്കുക. ഇപ്പോൾ ഈ തിരുവല്ല ടൗണിൽ നിന്ന് എങ്ങോട്ടാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്? നമ്മളിപ്പം കറക്റ്റ് എനിക്കിവിടെ സ്ഥലം അറിയത്തില്ല. ഞാൻ കൊട്ടാരക്കരയിൽ നിന്നാണ് വരുന്നത്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റാത്തവരെയും അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യുക, അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യും. വാഹനമായിട്ട് കൊല്ലത്തുനിന്ന് വന്നതാണ്? അതെ, വാഹനമായിട്ട് കൊല്ലത്തുനിന്ന് വന്നതാണ്. എന്താ പേരെന്താ? എൻ്റെ പേര് അനന്തു. എന്താ ചെയ്യുന്നത്? ഞാൻ ഗൾഫിലാണ്, ഇപ്പോൾ ഇവിടെ നാട്ടിലുണ്ട്. ഇങ്ങനെ ഒരു അവസ്ഥ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നാൽ? അതെ, തീർച്ചയായിട്ടും. അതെ, സുഹൃത്തുക്കളും കൂടെ ഉണ്ട്. സുഹൃത്തുക്കളുണ്ട്. എന്തായാലും വളരെ നന്ദി. എങ്ങനെയാ, എത്ര റൗണ്ട് അടിച്ചു മൊത്തത്തിൽ? ഞാൻ ഇപ്പം ഉച്ച മുതലൊരു 10-12 വട്ടം പോയി അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പം നേരത്തെ ഉച്ചയ്ക്ക് കണ്ടതിന് അപ്പുറത്തേക്ക് നല്ല കൂടുതലാണ് വെള്ളം. നല്ല ഒഴുക്കും നല്ല കൂടുതലുണ്ട്. അതെ, രാത്രിയിലും ഇവിടെ ഉണ്ടാവും? കാണും, തീർച്ചയായിട്ടും. നമ്മളെ കഴിയുന്ന പറ്റും സഹായിക്കണം, ചെയ്തു കൊടുക്കാം. എന്തായാലും മനുഷ്യത്വം മരവിക്കാത്ത ഇത്തരം മനുഷ്യരാണ് നമുക്ക്, നമ്മുടെ മനുഷ്യർക്ക് വളരെ സ്നേഹം നൽകുന്ന അനുഭവമായി അത് മാറുന്നത്. എന്തായാലും ഇവർ തന്നെയാണ് നമുക്കും സഹായകമായി മാറുകയും ചെയ്തിട്ടുള്ളത്. ഇവരെപ്പോലുള്ള ആളുകൾ, സന്നദ്ധ സംഘടനകൾക്ക് ഒക്കെ അപ്പുറം ഒരു മനുഷ്യ സഹജീവി സ്നേഹത്തിൻ്റെ പ്രതീകമായി മാറുന്നതും ഇവരാണ്. ഹിരൺ ശ്യാമിനൊപ്പം വിജിൻ വായാന്തോട്, മീഡിയ 1.